ഇതൊരു മെനക്കെട്ട ഏർപ്പാടാണല്ലോ. അച്ഛൻ ഇവിടെ വന്നിരുന്നാട്ടെ. അവിടെ വന്നിരുന്ന തിരുവേനി വരുമ്പോ എഴുന്നേക്കണ്ടായോ? അതിഭേദം ദ്വാരപാലകളായിട്ട് ഇവിടെ കുന്തം പിടിച്ച് നിന്ന് കളയാവുന്ന വരും. എന്നാ പിന്നെ കുന്തത്തിനേക്കാൾ ഭേദം ഗതയാ. രൂപത്തിനും സ്ഥായിയായ ഭാവത്തിനും ചേരും. കുട്ടനാടാ എന്റെ നാക്കും വളയും. വളച്ചാ നൂർത്ത് മടക്കി കൈ തരും. അതിന് ഇച്ചിരി കൂടെ വലിയ ലോഹയിട്ട ആള് വരും. ഇച്ചിരി കൂടെ വലിയ ലോഹയിട്ട പ്രിൻസിപ്പൾ അച്ഛൻ വരുന്നുണ്ട്. എന്തോന്ന് വെച്ചോ രാവിലെ കൊച്ചനുമായിട്ട്? ഒന്നുമില്ല ഉറപ്പ് സാർ, പതിവുള്ളത് തന്നെ. ഒരുമാതിരി ചൊറിഞ്ഞ വർത്തമാനം. വാ നമുക്ക് അങ്ങോട്ട് ഇരിക്കാം, അച്ഛൻ വരുന്നുണ്ട്. അച്ഛന് മധുരം ഇല്ലാത്തത്. ലീലാമ്മ കൂട്ടിയ ചായ ആവുമ്പോ മധുരം ഇല്ലാത്തതും മധുരം ഉള്ളതാവും. രാവിലെ സൂചിപ്പിക്കില്ല അച്ഛോ. പറഞ്ഞു തന്നെ പറഞ്ഞത് വരട്ടെ. ഇന്നലെ കൂടാൻ പറ്റിയില്ല. ഇന്നലെ പിള്ളേരുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അച്ഛൻ അതിനൊന്നും പോകേണ്ട ആവശ്യമില്ലായിരുന്നു. പോയതിലെന്താ തെറ്റ്? ഒരു നല്ല വേദിയായിരുന്നു. കുറുപ്പ് സാർ അതിനെ പറ്റിയിട്ടും കേട്ടോ? ഞാൻ കേട്ടു. SFIയും KSUവും ABVPയും എല്ലാം കൂടെ ഒരേ വേദിയിൽ കൊള്ളാവുന്ന ഒരു സംരംഭം. അത് എന്തു കൊള്ളാമെന്ന്? അല്ലച്ചോ, അവരെല്ലാരും കൂടെ ഒരുമിച്ച് നിൽക്കാന്ന് വെച്ചാൽ അത് ഇന്നലെയല്ലേ. ഇപ്പോഴെന്താണെന്ന് ആർക്കറിയാം? നാളെ എന്താകുമെന്ന് ആർക്കറിയാം? എനിക്കറിയാം. ഇപ്പോഴവർ അതുപോലെ തന്നെ ഉണ്ട് ഈ കോളേജിൽ. നാളെയും അവരൊരുമിച്ച് തന്നെ നീങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി നമ്മൾ അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ കഴിയും എന്നുള്ളതിനെ പറ്റി ആലോചിക്കാം. അതൊന്നും നടക്കുന്ന കാര്യമല്ല ചോ. കോളേജിൽ രാഷ്ട്രീയ പാർട്ടികൾ ബാൻ ചെയ്യണം. കോളേജിന് വെളിയിലാകാമെന്നാണോ വെച്ചോ? കുട്ടനാടൻ കൂടുതൽ തത്വമൊന്നും പറയണ്ട. ഹോസ്റ്റൽ നടത്തിപ്പിനെ പറ്റിയുള്ള സർവ്വ റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തോന്ന് കിട്ടി? അല്ലല്ല, അതവിടെ നിൽക്കട്ടെ. ഞാൻ ഒന്നൊന്നായിട്ട് വിളിച്ചു പറയും പച്ചയ്ക്ക്. എന്തോന്ന് വിളിച്ചു പറയാനാച്ചോ? അച്ഛനെവിടെ ഇരിക്കച്ചോ? നാണക്കേടാണല്ലോ ഇത്. പിള്ളേരെ വയ്ക്കാൻ എന്തെടുപ്പോ എന്റെ കർത്താവേ. ഞാൻ തുറന്നു പറയാച്ചോ, ഈ കോളേജിന്റെ ഡിസിപ്ലിൻ തന്നെ തകർന്നിരിക്കുക. ചാറാച്ചൻ അച്ഛനെ ഡിസിപ്ലിൻ പഠിപ്പിക്കണ്ട. എനിക്കറിയാം ഒരു കോളേജ് എങ്ങനെ നടത്തണമെന്ന്. എന്നാ പിന്നെ സംസാരിക്കേണ്ടി വരത്തില്ലായിരുന്നല്ലോ. ആര് സംസാരിച്ചെന്നാ? അച്ഛനല്ലാതെ. പോട്ടച്ചോ, അതൊരു പ്രശ്നമാക്കണ്ട. അല്ല സാറേ, എന്ത് നല്ല കാര്യം പറഞ്ഞാൽ ഈ ചാറാച്ചറയ്ക്ക് ഒരു മുടന്ന് ന്യായമുണ്ട്. ഞാൻ പറയുന്നത് മുടന്ത ന്യായമാണെന്ന് തോന്നുന്നത് ആ കസേരയിൽ ഇരിക്കുന്നുണ്ടാ. എന്നാ അച്ഛനും എടുത്തോ ഈ കസേര. ആ ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്നേ ഞാൻ അവിടെ ഇരുന്നേനെ. ഞാനാണല്ലോ സീനിയർ. എന്നാ അച്ഛന്റെ കാര്യം ചെയ്യും. അച്ഛനാ സീനിയർ നെറ്റിട്ട് തൊട്ടിട്ട് ആ ടൗൺ ക്ലാക്കിന് മോടി കയറുന്നില്ലേ? എന്നാലേ കാണൂ. അല്ല, അച്ഛൻ പോവാണോ? അയ്യേ, അത് പതിവുള്ളതല്ലേ സാറേ. സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ല. അപ്പോ നമുക്ക് ബാക്കി നാളെ സംസാരിക്കാം. ഇന്നൊന്നും സംസാരിച്ചില്ല അല്ലേ? ഫാദർ, നമ്മുടെ ക്യാൻറ്റീന്റെ കാര്യം ഒന്ന് തീരുമാനിക്കണം. തീരുമാനിക്കാനൊന്നുമില്ല ടീച്ചറെ. ടീച്ചർ അതുമായിട്ട് മുന്നോട്ട് പോയാട്ടെ. നമ്മുടെ ഹോം സയൻസിലെ കുട്ടികളെ കൊണ്ട് ഒരു ക്യാൻറ്റീൻ നടത്തിക്കാമെന്ന ടീച്ചർ പറയുന്നത്. നല്ല കാര്യമാണ്. ഒരു വരുമാനവും ആകും. നാളെ നമുക്ക് നേരത്തെ തുടങ്ങാം. എനിക്കൊരു 2 വാക്ക് സംസാരിക്കണം. PT ഉഷയെ പറ്റിയല്ലേ? നമുക്ക് സാവകാശമായിട്ട് സംസാരിക്കാം. പ്ലീസ് ഡോണ്ട് ലാഫ് പ്ലീസ്. ഇവിടെ തമാശ ഒന്നും പറഞ്ഞില്ല.